ഓം നമോ നാരായണായ. ഞാൻ രാജേഷ് പി നമ്പൂതിരി, മാണിക്യമംഗലത്തില്ലം, അഷ്ടമംഗലം, മണിയാർ പി ഒ, പുനലൂർ. 2026 ഇലക്ഷൻ നാളെ വോട്ട് ഇടേണ്ട ദിവസമാണ്. രണ്ടായിരത്തി 2026 തെരഞ്ഞെടുപ്പ് ജ്യോതിഷത്തിലൂടെ ഒന്ന് നമുക്ക് നോക്കിയാൽ അതിപ്രധാനമായിട്ടുള്ള ദിവസമാണ് നാളെ. നാളത്തെ ദിവസം വ്യാഴാഴ്ചയും മൂലം നക്ഷത്രം കൂടി വരുന്ന ധനുരാശിയിൽ വരുന്ന ദിവസവും കൂടിയാണ്. നാളത്തെ ഇലക്ഷനിൽ രാശിഫലം അനുസരിച്ച് ഭരിക്കുന്നവർക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്തെന്നാൽ വ്യാഴം പൂർണ്ണമായിട്ടും അനുകൂലവും ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും 11 ബുധന്റെയും രാഹുവിൻ്റെയും നില ദോഷകരവുമാണ്. നാളത്തെ ഗ്രഹനില പ്രകാരം ഭരിക്കുന്ന കക്ഷികൾക്ക് കുറെ അനുകൂലമായിട്ടുള്ള സമയമാണ് കാണിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും തുടർ ഭരണത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഇല്ല. നമ്മൾ ടി വിയിൽ കൂടെയൊക്കെ കാണുന്ന പീപ്പിൾ സർവേ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഒക്കെ പുറത്തു വരുന്ന ഫലങ്ങൾ അത്ര വിശ്വാസയോഗ്യമല്ല. കാരണം നാളത്തെ രാശിഫലത്തിലും രാജാവിനോടുള്ള പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ട്. അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആയാലും രാജാവിനായാലും മന്ത്രിയൊക്കെയായാലും ഒക്കെ പ്രതികൂലമായ ഘടകങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം, മിഥുനൻ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. മിഥുനൻ രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ മിഥുനൻ രാശിയിൽ വ്യാഴം നിൽക്കുകയും ചെയ്യും. അപ്പോൾ നാളത്തെ ഇലക്ഷനിൽ നിഷ്പക്ഷരായിട്ടുള്ളവരുടെ വോട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ പക്ഷേ ഇനിയും വരാനിരിക്കുന്ന ഒരു ഭരണസമിതി, ഇനിയും വരാനിരിക്കുന്ന ഒരു ഭരണപക്ഷം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പങ്ക് പ്രധാനമായിട്ട് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 മുതൽ 9 വരെയുള്ള ജില്ലകളിൽ ഇലക്ഷൻ സംബന്ധമായിട്ട് അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് പ്രതിപക്ഷത്തിനും ശേഷമുള്ള ജില്ലകളിൽ ഭരണപക്ഷത്തിനും മുൻതൂക്കങ്ങൾ വരാം എന്നാണ് ഫലസൂചിക കാണിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് നാം വിജയിക്കും എന്ന് കരുതിയിരിക്കുന്ന പല വൻപന്മാരുടെയും പരാജയവും ചരിത്രത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്ന കുറെ നേതാക്കന്മാരുടെയും അവസ്ഥ നാളത്തെ രാശിഫലത്തിൽ കാണിക്കുന്നുണ്ട്. എല്ലാം സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് പോലെ എല്ലാം നല്ലതിനാവട്ടെ. ഓം നമോ നാരായണായ.